കട്ടപ്പന വെള്ളയാംകുടി ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനവും ഫലവൃക്ഷത്തൈ നടിയിലും സംഘടിപ്പിച്ചു. വെള്ളയാംകുടി നത്തുകല്ല് റോഡിന്റെ വശങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. ഒപ്പം ഇവിടെ വിവിധ ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. വെള്ളയാംകുടി നത്തുകല്ല് റോഡിന്റെ വശങ്ങളിൽ കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നത് വലിയ ഭീഷണിയാണ് ഉയർത്തിയത്. വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ഇത് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇതോടെയാണ് ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത്. പാതയുടെ ഇരുവശങ്ങളിലും സ്വകാര്യ വ്യക്തികൾ മതിലുകൾ ഉയർത്തിയതോടെ അപകട ഭീഷണിയായി പാതയോരങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകളും ഇവർ പരിഹരിച്ചു. വെള്ളയാംകുടി ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായി വെള്ളയാംകുടി നത്തുകല്ല് റോഡിലെ ഇരു സൈഡിലെയും കാടും പള്ളയും വെട്ടി ക്ലീൻ ചെയ്തും റോഡിലെ വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്തുകൊണ്ടും ഞങ്ങൾ അസോസിയേഷനിലെ ഭാരവാഹികളെല്ലാം കൂടി മരത്തൈ നട്ടുവെക്കുകയും റോഡ് സൈഡ് മൊത്തം ശുചീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി സ്കൂൾ കുട്ടികളും വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയിൽ വെള്ളക്കെട്ട് കാരണം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയിലെ വളവെങ്കിയുള്ള എല്ലാ കാടുകളും വെട്ടി ക്ലീൻ ചെയ്ത് ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശുചീകരിച്ച വിവിധ ഇടങ്ങളിൽ ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കടക്കം സുലഭമായി ഫലങ്ങൾ പറിക്കുവാനും സുരക്ഷിത തണലിടങ്ങൾ ഒരുക്കുവാനുമായിട്ടാണ് തൈകൾ നട്ടുപിടിപ്പിച്ചത്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റോബിൻ ജോർജ്, സെക്രട്ടറി രാജേഷ് ജോർജ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.